കല എന്നത് മനുഷ്യന്റെ ബൗദ്ധികവും വൈകാരികവുമായ തലങ്ങളെ സ്വാധീനിക്കുന്ന അനുഭവങ്ങളുടെയും തീരുമാനങ്ങളുടെയും മൂർത്തീകരണമാണ്. അതിൽ സംസ്കാരവും ചരിത്രവുമെല്ലാം നവീന രൂപങ്ങൾ സ്വീകരിച്ച് സമകാലീന സാഹചര്യങ്ങളിലും അവസരങ്ങളിലും പ്രകടമാകുന്നു. ഇത്തരത്തിൽ പ്രകടമാകുന്ന കല സാമാന്യ ഇന്ദ്രിയാനുഭൂതികൾക്ക് അപ്പുറം മേൽപ്പറഞ്ഞ എല്ലാ ഘടകങ്ങളുടെയും സാരാംശത്തെ ഉൾക്കൊള്ളുന്നു. ഇത്തരത്തിൽ ഒരു കലാസൃഷ്ടിയിൽ കാണപ്പെടുന്ന രൂപങ്ങളും നിറങ്ങളുമെല്ലാം ചരിത്രപരവും സാംസ്കാരിക, സാമൂഹിക, വൈകാരികപരവുമായ ഘടകങ്ങളുമായി സംവദിക്കുകയും അവയെ എന്നേക്കുമായി നിലനിർത്തുകയും ചെയ്യുന്നു. നമ്മുടെ സ്കൂൾ ജീവിതത്തിൽ ഏറ്റവും മികച്ച ഒരു അനുഭവമായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഇത്തരം ഒരു പരിപാടിയിൽ എനിക്ക് പങ്കുചേരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഈ പെയിൻറ്റിങ്ങിലെ പല ഭാവങ്ങളും എനിക്കും വരയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് എൻ്റെ ഒരു അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു. ഇത് നമ്മുടെ എല്ലാവരുടെയും ഒരു ഒത്തൊരുമയുടെ പ്രതിഫലനമാണ്. നമ്മുടെ ഈ ചിത്രത്തിൽ ഓരോ കുട്ടികൾക്കും വിവിധങ്ങളായ വസ്ത്രധാരണ രീതികളാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. എൻ്റെ ഡ്രസ്സിനെയും എന്നെയും എല്ലാം വരച്ചപ്പോൾ അത് എനിക്ക് വളരെ വ്യത്യസ്തവും ഇൻട്രസ്റ്റിംഗുമായി തോന്നിയിരുന്നു. ഡ്രസ്സിന്റെ ഡീറ്റെയിലിങ്ങും ബാക്കി കാര്യങ്ങളുമെല്ലാം ഞങ്ങൾ വളരെ സമയമെടുത്താണ് ചെയ്തത്. ഈ ചിത്രത്തിന്റെ വലിപ്പം ഇതിലെ ഒരു പ്രധാന ഘടകമായിരുന്നു. ഇത്ര വലിപ്പത്തിൽ ഈ ചിത്രം വരച്ചു തീർക്കുക എന്ന് പറയുന്നത് എനിക്ക് ആദ്യം വളരെ ബുദ്ധിമുട്ടായിരുന്നു തോന്നിയത്. ഞങ്ങൾ ഇത് തുടങ്ങിയപ്പോൾ ഇത്ര ഭംഗിയായിരിക്കുമെന്ന് വിചാരിച്ചില്ല. ഇതിന്റെ അവസാനം വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചതിനൊക്കെല്ലാം കാട്ടിലും വളരെ ഭംഗിയായിട്ട് ഈ ചിത്രം അവസാനിച്ചു. ഈ പ്രൊജക്ടിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. മുമ്പും ഈ സ്കൂളിന്റെ ഭിത്തിയിൽ ഞാൻ വരച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇത്ര വലിപ്പത്തിലോ ഡീറ്റെയിലിങ്ങോ ഉള്ള ചിത്രമായിരുന്നില്ല. അതിനേക്കാൾ ഉപരി എൻ്റെ ഫോട്ടോ ഈ സ്കൂളിന്റെ ഭിത്തിയിൽ വരയ്ക്കാൻ അവസരം കിട്ടിയപ്പോഴുള്ള സന്തോഷവും കൂടാതെ അവസാനം എങ്ങനെയാകുമെന്നറിയാനുള്ള എക്സൈറ്റ്മെന്റുമായിരുന്നു. മറ്റു ചിത്രങ്ങളെ അപേക്ഷിച്ച് ഇവിടേക്ക് വരുമ്പോൾ ഇത് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. അതുമാത്രമല്ല, ഇതിൽ നിന്ന് വളരെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും സാധിച്ചിട്ടുണ്ട്. കോമ്പോസിഷൻ, ഒരു ചിത്രത്തിന്റെ ആശയ രൂപീകരണം മുതലായ കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണ കിട്ടാൻ ഇതിലൂടെ സാധിച്ചു. നമ്മുടെ ദേശീയ ഗാനത്തിന്റെ ആശയം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ചിത്രത്തിന്റെ ഐഡിയോളജി നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനായി വിവിധ സാംസ്കാരിക മേഖലകളെക്കുറിച്ചും വസ്ത്രവേഷവിധാനങ്ങളെക്കുറിച്ചും അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ കണ്ടെത്തിയ വേഷവിധാനങ്ങളാണ് ഓരോരുത്തരും അവരുടെ ചിത്രങ്ങളിൽ വരച്ചു ചേർത്തിരിക്കുന്നത്. ഒരു ദ്രവീഡിയ വേഷവിധാനമാണ് ഞാൻ എൻ്റെ ചിത്രത്തിന് വരച്ചു ചേർത്തിരിക്കുന്നത്. ദ്രാവിഡ ഉത്കല ബംഗ എന്നതിൽ ദ്രാവിഡ സംസ്കാര മേഖലയെ ഇത് സൂചിപ്പിക്കുന്നു. വസ്ത്രവും ശരീരത്തിൻ്റെ നിറവും കണ്ണാടിയും എല്ലാം ഇതിൽ നമുക്ക് നല്ലതായി വരച്ചു ചേർക്കാൻ കഴിഞ്ഞു. ഇത്തരത്തിൽ പല മെറ്റീരിയലുകളുടെ സ്വഭാവം നമുക്ക് ആവിഷ്കരിച്ചെടുക്കാൻ സാധിക്കും. ഇതിലുടനീളം നമുക്കത് കാണാനും സാധിക്കും. ഇത് എല്ലാ തരത്തിലും നൂതനമായ ഒരു അനുഭവമായിരുന്നു. കാഴ്ചയുടെയും ആശയരൂപീകരണത്തിൻ്റെയും തലത്തിൽ ഈ നവീനത നമുക്ക് കാണാൻ സാധിക്കും. ഭാരത സംസ്കാരത്തിൻ്റെയും അതിൻ്റെ അടയാളങ്ങളുടെയും വേദിയായി ഇത് മാറിയിരിക്കും. അടയാളങ്ങളിലൂടെയും രൂപവർണ്ണങ്ങളിലൂടെയും വിവിധവും വ്യത്യസ്തവുമായ പാരമ്പര്യങ്ങൾ ഇതിലുടനീളം നമുക്ക് കാണാം. പ്രതീകാത്മകമായ പല രൂപങ്ങളും ചിഹ്നങ്ങളും ഇതിൻ്റെ ആശയഘടനയെ ഒരുമിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നു. നമ്മുടെ ദേശീയ ഗാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്തിരിക്കുന്ന ഈ ചിത്രത്തിന് പ്രാദേശികമായ ഒരു മാനം കൈവന്നിരിക്കുന്നതായി നമുക്ക് കാണാം. വൈവിധ്യപൂർണമായ നമ്മുടെ നാടിൻ്റെ സംസ്കാരം ഒരു തരത്തിൽ ഏകശിലാത്മകമാണ്. അതിൻ്റെ വൈവിധ്യങ്ങളൊന്നും നഷ്ടപ്പെടാതെ തന്നെ പൂർണ്ണമായും ഏകശിലാത്മകമായി അതിന്നും നിലനിൽക്കുന്നു. പ്രാചീനവും നവീനവുമായ സാംസ്കാരിക അടയാളങ്ങളെ അത് പൂർണ്ണമായും തന്നിലേക്ക് ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ചരിത്രപരവും സാമൂഹികപരവുമായ പല അടയാളങ്ങളും നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. ഇവിടെ സാമൂഹിക സാംസ്കാരിക ഏകത ഒരു പ്രധാന വിഷയമായി നിലനിൽക്കുന്നു. ഈ ചിത്രത്തിൽ കാണുന്ന എല്ലാ ഘടകങ്ങളും നമ്മുടെ രാഷ്ട്രത്തിന്റെ ഐക്യസ്വരൂപത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്.
നവതലമുറയുടെ പുതുവഴിയിലേക്കും ശ്രദ്ധയിലേക്കുമായി നമ്മുടെ ചരിത്രത്തിന്റെയും ബൃഹത്തായ സംസ്കാരത്തിന്റെയും അറിവുകൾ നവീനവും കാലോചിതവുമായ രീതിയിൽ അവതരിപ്പിക്കേണ്ടത് മാർഗദർശികളായ നമ്മുടെ ഓരോ തലമുറയുടെയും കർത്തവ്യമാണ്. ഇത്തരം ചാക്രിക പ്രക്രിയയിലൂടെയാണ് മൂല്യാധിഷ്ഠിതമായ സ്വത്വബോധം നാം കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടത്. കലാസൃഷ്ടികൾ എന്നും സമൂഹത്തിനൊരു മുതൽക്കൂട്ടാണ്. കുട്ടികൾ ചെയ്ത ഈ കലാസൃഷ്ടി നമ്മുടെ വിദ്യാലയത്തെ ഒരു കലാലയം എന്ന നിലയിൽ കൂടി ഉയർത്തിയിരിക്കുന്നു. ജനജീവിതത്തിന്റെ ഭാഗം കൂടിയാകുമ്പോൾ അതിന് വ്യാപകമായ ചില അർത്ഥതലങ്ങൾ വന്നുചേരുന്നു. നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ഈ ചുവരുകളിൽ ഈ കലാസൃഷ്ടി ശോഭനീയമായ ഒരടയാളമായി ഇതിനകം മാറിക്കഴിഞ്ഞിരിക്കുന്നു. നിറങ്ങളുടെ പ്രയോഗവും രൂപങ്ങളുടെ വൈവിധ്യവും എല്ലാം ചേർന്ന് വളരെ നാടകീയമായൊരു കോമ്പോസിഷനായി ഇത് മാറിയിരിക്കുന്നു. ഈ ഫിനിഷ്ഡ് ആർട്ട് വർക്ക് നമ്മളെ സംബന്ധിച്ച് വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു അനുഭവമായിരുന്നു. ഇതിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉടനീളം നമ്മൾ ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു ഔട്ട്പുട്ടാണ് ഉണ്ടാവുക എന്നത് നമ്മൾ പ്രതീക്ഷിച്ചതേ ഇല്ല. നമ്മളെ തന്നെ വളരെ വ്യത്യസ്തമായ ശൈലികളിൽ അതുപോലെ തന്നെ രീതികളിലും കാണാൻ നമുക്ക് ഈ ആർട്ട് വർക്കിലൂടെ സാധിക്കുന്നു. അത് വളരെ മികച്ചൊരു അനുഭവമാണ്. This artwork is an amalgam of the diverse cultural and geographical aspects of our country. It has one of a very complex and long history of acceptance and reshaping any and all the human aspects and behavior that came in touch with this vast landscape. We can see that throughout history, every ideas and philosophies that came to existence in this country has become part of a larger ideology of convergence and still exist within its magnificent grace. And all these became the sole inspiration for our children to do this painting. It is all about unity and diversity of our motherland. ഒരു പെയിന്റിംഗ് എന്ന നിലയിൽ ഇതെന്റെ ആദ്യത്തെ അറ്റംപ്റ്റ് ആണ്. പക്ഷേ എല്ലാവരും ഒത്തുചേർന്ന് വളരെ സ്മൂത്ത് ആയിട്ട് ഇത് കഴിഞ്ഞുപോയി. ഇതിന്റെ ഔട്ട്പുട്ടിലും എനിക്ക് വളരെ സന്തോഷം. വളരെ റിസ്കി ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് ഞാൻ ഇതിനെ കണ്ടിരുന്നത്. പക്ഷേ ഇതിന്റെ ആരംഭം മുതൽ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി വളരെ വലിയ കുഴപ്പമില്ലാതെ നമുക്കിത് നന്നായിട്ട് നിവർത്തിച്ചെടുക്കാൻ സാധിച്ചു. എൻ്റെ ചിത്രം വരച്ചത് എനിക്ക് വളരെ വ്യത്യസ്തമായതും പുതിയതുമായ ഒരു അനുഭവമായിരുന്നു. മാത്രമല്ല അതിന്റെ ഔട്ട്പുട്ടിൽ ഞാൻ വളരെ ഹാപ്പിയുമാണ്. എൻ്റെ ലൈഫിൽ തന്നെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ പെയിൻറ്റിങ് ചെയ്യുക എന്നുള്ളത്. വളരെ നെഗറ്റീവായിട്ടുള്ള സ്റ്റിച്ചിങ് പാടുകളും എല്ലാം വളരെ വിസിബിൾ ആയിട്ടുള്ള ഒരു വസ്ത്രമാണ് ഞാൻ ഇതിൽ വരച്ചു ചേർത്തു. ഞാൻ വളരെ ഹാപ്പിയാണ്. ഈ മൊത്തം പെയിന്റിങ്ങിൽ തന്നെ ഞാൻ മാത്രമാണ് ഇന്ത്യക്ക് പുറത്തുള്ള ഒരു വെസ്റ്റേൺ വസ്ത്രധാരണ ശൈലിയിൽ വരച്ചിട്ടുള്ളത്. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഡ്രസ്സിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചേർത്ത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യപൂർവ്വമുള്ള വൈദേശിക ബന്ധവുമായി ചിത്രത്തെ കണക്ട് ചെയ്യുന്ന അടയാളമായിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് വിഷ്വലി വളരെ മനോഹരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓരോ ജനപദങ്ങളും അവരുടെ നവോത്ഥാന വീഥികളിൽ ചുവടുവെച്ച മഹത് വ്യക്തിത്വങ്ങളെ ഓർക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ബലിദാനികളും മഹത്തുക്കളുമായ നമ്മുടെ പൂർവികരുടെ പാത ഉത്തമ ഉദാഹരണങ്ങളായി ഓരോരുത്തർക്കും മുന്നിൽ നിലനിർത്തുകയും ചെയ്യുന്നു. അത് ഒരു സമൂഹത്തിന്റെ ശക്തമായ ഒരു അടിത്തറയായി പ്രവർത്തിക്കും. ഒരു വിദ്യാലയത്തെ സംബന്ധിച്ച് കലാമേഖലയിൽ നടത്തിയ ഒരു നവീനമായ ഇടപെടലാണിത്. വളരെയധികം വിദ്യാർത്ഥികളെ ഒരു കലാസൃഷ്ടിയുടെ കീഴിൽ ആശയപരമായും പ്രത്യക്ഷമായും അണിനിരത്തി മികച്ച ഒരു ഔട്ട്പുട്ട് സൃഷ്ടിക്കാൻ ഇവിടെ സാധിച്ചിരിക്കുന്നു. ഗുരുശിഷ്യ വ്യത്യാസമന്യേ നമുക്കേവർക്കും ഒരു കലാസൃഷ്ടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ ആദ്യത്തെ പ്രകടമായ പ്രവർത്തന തലത്തിൽ തന്നെയുള്ള മേന്മ. വളരെ സിംബോളിക്കായുള്ള ഒരു യജ്ഞവേദി പോലെയാണ് ഞാൻ ഈ കലാസൃഷ്ടിയെ സമീപിക്കുന്നത്. പ്രഥമ ദൃഷ്ടിയാ തന്നെ ഒരു കലാലയം അല്ലെങ്കിൽ ഒരു വിദ്യാലയം ഒരു ജ്ഞാനയജ്ഞവേദിയായി തന്നെ നമുക്ക് സമീപിക്കാം. വിദ്യാസമ്പാദനം, സാമൂഹികവൽക്കരണം എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി നടത്തപ്പെടുന്ന ഒരു മഹത്തായ യജ്ഞം. ഈ ചിത്രത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന പല അടയാളങ്ങളും നമ്മെ പല ദിക്കിലേക്ക് ചിന്തിപ്പിക്കുന്നവയാണ്. അത്തരത്തിൽ ഒന്നാണ് ദീപനാളവും കാകനും നേത്രങ്ങളും ചില എഴുത്തുകളും സംഖ്യകളും മറ്റ് സാംസ്കാരിക ചിഹ്നങ്ങളുമെല്ലാം. ഓരോ കാഴ്ചക്കാരനും അവൻ്റെതായ ആശയ മേഖലകൾ കണ്ടെത്താനും വിവരപ്പെടുത്താനും ഈ അടയാളങ്ങൾ അവരെ പ്രചോദിപ്പിക്കുന്നു. ഇതൊരു പ്രധാന ചുവടുവയ്പ്പാണ്. നമ്മുടെ വിദ്യാലയത്തിന്റെ ശോഭ ഉയർത്തുന്നതിലും
കൂടാതെ നമ്മളുടെ കുട്ടികളുടെ പ്രവർത്തനക്ഷമതയെ മൂല്യവത്താക്കി തീർക്കുന്നതിലും ഈ പ്രവർത്തനങ്ങൾ കാതലായ പങ്കുവഹിക്കുന്നു. സാങ്കേതികമായ അറിവുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ഉന്നം വയ്ക്കുന്ന സാമൂഹിക ബൗദ്ധിക പ്രവർത്തനങ്ങളിലേക്കുള്ള കുട്ടികളുടെ ഒരു സമരസപ്പെടൽ ഇതിലൂടെ സാധ്യമാകും. അന്തിമമായി മികച്ച ഒരു കലാസൃഷ്ടി ഇവിടെ ഉരുത്തിരിഞ്ഞിരിക്കുന്നു.